എൻ്റെ ഒരു ബിസിനസ് സുഹൃത്തുണ്ട്. കഴിഞ്ഞ 2 വർഷമായിട്ട് അദ്ദേഹമായിട്ട് ഞാൻ കൃത്യമായിട്ടൊരു കണക്ഷനുള്ള ആളാണ്. ഇടയ്ക്ക് ഒരു 2-3 മാസം കൂടുമ്പോൾ അദ്ദേഹം എന്നെ വിളിക്കും. അദ്ദേഹത്തിന്റെ ബിസിനസിന്റെ ഇപ്പോഴത്തെ അവസ്ഥകളെ കുറിച്ചൊക്കെ പറയും. എപ്പോഴും പരിഭവങ്ങളാണ്, പരാതികളാണ്. അതായത് ബിസിനസ് കയറുന്നില്ല, ജീവനക്കാർ കൃത്യമായിട്ട് പണിയെടുക്കുന്നില്ല, അല്ലെങ്കിൽ ലാഭം വരുന്നില്ല, അല്ലെങ്കിൽ സെയിൽസ് പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. അങ്ങനെ എന്നും പരാതികളും പ്രശ്നങ്ങളാണ് എപ്പോഴും പറയുക. അപ്പോൾ നമ്മൾ നമ്മുടേതായ രീതിയിൽ കുറേ സൊല്യൂഷൻസ് പറയും. സെയിൽസ് ഇങ്ങനെ ചെയ്താൽ നമുക്ക് ക്ലിയർ ആയിരിക്കും, സ്റ്റാഫിനെ നമ്മൾ KRA KPI ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുക്കണം, ഇന്നത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കും. എല്ലാം ഓക്കെ പറഞ്ഞ് ഇതെല്ലാം ശരിയാവും, ഇതെല്ലാം ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യാൻ പോകണം, നാളെ തൊട്ട് ചെയ്യാൻ പോകണം എന്നൊക്കെ പറഞ്ഞ രീതിയിൽ അങ്ങ് പോകും. പിന്നെ വീണ്ടും ഒരു 3 മാസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ 4 മാസം കഴിഞ്ഞാൽ വീണ്ടും വിളിക്കും. ഇന്നലെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹത്തിന് ആക്ച്വലി എന്തുകൊണ്ടാണ് ഈ ബിസിനസ്സിൽ ഇങ്ങനെ തട്ടുതടവുകൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ഈ കേൾക്കുന്ന കാര്യങ്ങൾ, അതായത് ബിസിനസ്സുകാരുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം അറിയാം, കാര്യങ്ങളൊക്കെ കുറിച്ച് കൃത്യമായിട്ട് ധാരണയുണ്ട്. പക്ഷെ അത് ബിസിനസ്സിലേക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പലപ്പോഴും മടിയാണ്, അല്ലെങ്കിൽ പലപ്പോഴും പ്രോക്രാസിനേറ്റ് ചെയ്തിട്ട് അത് ചെയ്യാറില്ല. അപ്പോൾ സെയിൽസ് കുറയും, എംപ്ലോയീസിന്റെ പ്രശ്നങ്ങളുണ്ടാവും, സ്വാഭാവികമായിട്ടും ബിസിനസ് താഴെ പോകും, പ്രോഫിറ്റ് കുറയും, അല്ലെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടാവില്ല. ഞാൻ എൻ്റെ ബിസിനസ് ജീവിതത്തിൽ ഏറ്റവും പഠിച്ചൊരു വലിയ പാഠം എന്ന് പറയുന്നത് കണ്ടിന്യൂസ് റിപ്പീറ്റഡ് ഡിസിപ്ലിൻഡ് ആക്ഷൻ. അതായത് സ്ഥിരമായിട്ടുള്ള നമ്മുടെ ചില ആക്ഷൻസ് മാത്രമേ ബിസിനസ്സിനെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. അതിൽ തന്നെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആണ് ബിസിനസ് വളരാൻ വേണ്ടി നമ്മൾ ദിവസേന അല്ലെങ്കിൽ ദിനംപ്രതി ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. എനിക്ക് നിങ്ങളോടൊരു സജഷൻ ഉണ്ട്. നിങ്ങളുടെ ബിസിനസ് വളരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം വളരണം. കാരണം നിങ്ങളുടെ വളർച്ചയാണ് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ വളർച്ച.